ഇതൊക്കെ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകരകളാണ്. അധികം നാളൊന്നും നിൽക്കില്ല. വി എസ് അച്യുതാനന്ദൻ എന്ന് വെച്ചാൽ ഒരു വടവൃക്ഷം. ഇനി സഖാവ് വി എസ് എന്തിന് ഇറങ്ങിപ്പോയി? അദ്ദേഹത്തെ പോലെ ഇത്രയും പരിണത പ്രജ്ഞനായ ഇത്ര കൊല്ലത്തെ അനുഭവ പരിചയമുള്ള ഒരാൾ, ഒരു കൊച്ചു പെൺകുട്ടി ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിശൂന്യത അല്ലെങ്കിൽ മണ്ടത്തരം അല്ലെങ്കിൽ അതിന് കവിഞ്ഞ ആവേശപ്രകടനം നടത്തിയെന്ന് കേട്ട് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ട്. ആ കുട്ടിക്ക് ബുദ്ധിയില്ല, വിവരമില്ല, പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമില്ല, സിന്ധു ജോയിയുടെ ഒരു പുനരവതാരമാണ് എന്ന് കരുതി ക്ഷമിച്ചാൽ മതി. അതിന് പകരം പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആരാ മോശക്കാരൻ? ചിന്താ ജെറോമാണോ അച്യുതാനന്ദനാണോ? എൻ്റെ അഭിപ്രായത്തിൽ അച്യുതാനന്ദൻ. ഇനിയിപ്പോൾ ചിന്താ ജെറോം വിമർശിച്ചു എന്ന് കരുതി അച്യുതാനന്ദന് എന്തെങ്കിലും അപകർഷം സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അച്യുതാനന്ദൻ ആരാണെന്ന് നമുക്കറിയാം, ചിന്താ ജെറോം ആരാണെന്ന് നമുക്കറിയാം, ഇനിയിപ്പോൾ പറഞ്ഞ് സ്വരാജ് ആരാണെന്ന് നമുക്കറിയാം. ഇവരൊക്കെ പോയ അവിടം വരെ പോകും എന്ന് നമുക്ക്. ഈ കൊഞ്ചൻ ചാടിയ മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടിയിൽ എന്ന് പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകരകളാണ്. അധികം നാളൊന്നും നിൽക്കില്ല. വി എസ് അച്യുതാനന്ദൻ എന്ന് വെച്ചാൽ ഒരു വടവൃക്ഷമാണ്. അദ്ദേഹത്തിന് ഇവരെ ഒന്ന് കൂസേണ്ട കാര്യം. EMSനെ ഭയപ്പെടാത്ത ആളായിരുന്നു അച്യുതാനന്ദൻ. ആ അച്യുതാനന്ദൻ ഈ ചിന്താ ജെറോമിന്റെ വിമർശനം കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇനി ചിന്ത അങ്ങനെ പറഞ്ഞു, അച്ചുമ്മാൻ അങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കും. എങ്കിൽ തന്നെ കുറിപ്പിനെ പോലെ ഒരാൾ മാതൃഭൂമിക്ക് കുറിപ്പ് എഴുതുമ്പോൾ ഇത് എഴുതാൻ പാടുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ പാടും. അതൊക്കെ ക്ഷമിച്ച് കളയണം, മറന്നു കളയണം. മാത്രമല്ല പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പാർട്ടി ഫോറത്തിൽ നടന്ന വിമർശനം പുറത്ത് പറയുന്നത് ശരി. ഇനി പുറത്ത് പറയുകയാണെങ്കിൽ തന്നെ അത് സത്യവിരുദ്ധമായിട്ട് പറയാൻ പാടും. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ ഇങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഞാൻ പ്രസംഗിച്ചു എന്ന് തെളിയിക്കാമോ? നിങ്ങളതിൻ്റെ വോയിസ് റെക്കോർഡോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ ഹാജരാക്കാമോ എന്ന് TV വെല്ലുവിളിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു പ്രതിനിധി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർ ഇത്ര ക്യാമറയാണെന്ന് ഇപ്പോഴും മനസ്സിലായി, പ്രസംഗിച്ചപ്പോൾ ഇത്ര ഉണ്ടാവും വിചാരിച്ചില്ല. അപ്പം തന്നെ TV വന്ന് നിഷേധിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ പാർട്ടിക്ക് അകത്തൊന്ന് പറയാം, പാർട്ടിക്ക് പുറത്ത് വേറൊന്നും ചെയ്യാം. ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് പറയാം, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയാം. അതാണ് പാർട്ടി പ്രവർത്തനം, അതാണ് വിപ്ലവ പ്രവർത്തനം. വെറും പ്രവർത്തനമല്ല, വെറും രാഷ്ട്രീയ പ്രവർത്തനമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലംഘിക്കുന്ന ആളുകളെ മാത്രമല്ല പിണറായി മഹാരാജാവിനെതിരെ പുറത്താരെങ്കിലും അഭിപ്രായം പറയാൻ പാടും. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ വലിയ തെറ്റാണ്. അപ്പോൾ പിരപ്പംകോട് മുരളിയെയും സഖാവ് സുരേഷ് കുറുപ്പിനെയും വൈകാതെ പാർട്ടി കുലംകുത്തികളായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ വെട്ടിൻ്റെ കാര്യം അത് പിന്നെ കമ്മിറ്റി കൂടി പിന്നീട് തീരുമാനിക്കും. ഏതായാലും മുരളി സഖാവ് തിരുവനന്തപുരത്തും കുറുപ്പ് കോട്ടയത്തും ആയത് ഭാഗ്യം. കണ്ണൂർ ജില്ലയിലങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് പറയുന്ന സമയത്തേക്ക് കോട്ടയിൽ അവിടെ പുഷ്പചക്രത്തിന് വില കൂടിയാണ്. ഞാനിപ്പോൾ തൽക്കാലം ഇത്ര പറയുന്നുള്ളൂ. രക്തപതാക സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്.